അസ്സലാമു അലൈക്കും. പെണ്ണിനെ പറയാൻ നല്ല രസമാണ്. പെണ്ണുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആണിനുള്ളിലെ പെണ്ണ് രണ്ട് രൂപത്തിൽ ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. ആണിനുള്ളിലെ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ആൺ ക്യാരക്ടറിനകത്തുള്ളൊരു സ്ത്രൈണതയാണോ, അതായത് പുതിയ കാലത്ത് വല്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പെണ്ണായി ജീവിക്കുന്ന കുറേ ആണുങ്ങളുടെ ക്യാരക്ടർ, അങ്ങനെയുള്ളൊരു വലിയ അക്കാഡമിക് തലത്തിലേക്ക് പോകാൻ പറ്റുന്നൊരു വലിയ ചർച്ചയുടെ സാധ്യതയുണ്ട്. അതിലപ്പുറം നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു പ്രാക്ടിക്കൽ ലൈഫിനകത്ത് ആണിനുള്ളിലെ പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെയുള്ള കൗമാരക്കാരായ പുരുഷന്മാരെങ്ങനെയാണ് പെണ്ണിനെ സമീപിക്കുന്നത്, എന്താണ് നമ്മളെ ഉള്ളിലെ പെണ്ണിൻ്റെ ഒരു സങ്കല്പം എന്നതിനെ ഡിസ്കസ് ചെയ്യാമെന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 1000 പെൺകുട്ടികൾക്കിടയിൽ 6 വർഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഉമ്മയും ഭാര്യയും മകളുമുള്ള ജീവിത പരിചയത്തിനിടയിൽ ഇതിനെ കോർത്തിണക്കിക്കൊണ്ടൊരു പെണ്ണിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പറയേണ്ട ചില പോയിൻറ്റ്സുകൾ മാത്രം പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഡിസ്കഷനിൽ എൻ്റെ ഒരു പ്രതീക്ഷ അക്കാഡമിക് തലത്തിൽ പെണ്ണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ വളരെ കൃത്യമായി മുബഷിർ സാറ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറയാൻ ശ്രമിക്കും. കുറച്ചും കൂടിയൊക്കെ ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ സാലിഹ് ദാരിമി ഉസ്താദിന് പെണ്ണ് പളുങ്കാണ്, അതിങ്ങനെ കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ അവൾക്ക് ആവശ്യമെങ്കിൽ വേലക്കാരിയെ വെച്ചു കൊടുക്കണമെന്ന് ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത്തരത്തിലുള്ളൊരു പെണ്ണിനോടുള്ള സാമീപ്യത്തെ സാലിഹ് ഉസ്താദ് പറഞ്ഞു വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടു പരിചയിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സാഹചര്യങ്ങളെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭാഗ്യമോ ദൗർഭാഗ്യമോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഒരു 10-15 വർഷക്കാലം സ്കൂളിലോ കോളേജിലോ ഒക്കെ ആയി പഠിച്ച കാലത്തിനിടയിൽ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിൻ്റെ നിരാശയോ അതിൻ്റെ പ്രൗഡ്ഫുൾ മൂമെൻറ്റ്സൊക്കെ പല രൂപത്തിലും ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നിരാശയാണോ എന്ന് തോന്നിപ്പോവാറുണ്ട്, ചിലപ്പോഴൊക്കെ അതൊരു അഭിമാന മുഹൂർത്തമായി ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരു സാധാരണ ഓർത്തഡോക്സ് ഫാമിലിക്കകത്ത് ആ രൂപത്തിൽ ചിന്തിച്ച് നാട്ടിൻപുറത്ത് ഒരു കൾച്ചറിനിടയിൽ ജീവിച്ചു പോകുന്നതിനിടയിൽ ഒരു 7ാം ക്ലാസ് വരെയൊക്കെ പെണ്ണെന്ന് പറയുന്നത് മറ്റെന്തോ രൂപമായി നമ്മൾ സൗഹൃദം കാണിക്കാത്തൊരു രൂപമാണ്. പിന്നെ കുറച്ചുകൂടിയൊക്കെ ഒരു മോഡേൺ തലത്തിലേക്ക് വരുമ്പോഴാണ് ഈ സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി അവളുടെ സൗഹൃദത്തിനിടയിലുള്ള 6 പേര് ഒരുമിച്ചിരുന്ന് അവളുടെ പേരിൽ എനിക്കൊരു ലെറ്റർ തന്നു. ആ ലെറ്ററിനകത്ത് വളരെ കൃത്യമായി എഴുതി വെച്ചത്, ആ ലെറ്റർ വായിക്കുന്നതിന് മുന്നേ അവരുടെ സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞു തരുന്നത്, ഷഫീഖ്, നിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇത് നീ സ്വീകരിക്കാൻ തയ്യാറാവണം എന്ന് പറഞ്ഞൊരു ലെറ്റർ തരാണ്. ഇപ്പം ക്യാമ്പസിലെ ക്ലാസ്സിനകത്ത് പഠനത്തിനപ്പുറം പടങ്ങൾ വരയ്ക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ഒരു ഷൈൻ ചെയ്യാനൊക്കെ അവസരങ്ങൾ മുതലെടുത്ത ഒരാളെന്ന നിലയിൽ ചിലപ്പോഴൊക്കെ ഞാൻ ഐക്കണായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേ ഡിസ്കഷനിൽ ഞാൻ മറുപടി പറഞ്ഞു, സന്തോഷമെന്ന് തിരിച്ചു പറയണം, കാരണം എന്നെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടാറുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയലേഖനത്തിൻ്റെ കൈമാറ്റത്തിലൊരു മൊമെൻ്റ് പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് ചില അപ്രോച്ചുകളാണ് ശരിക്കും ഉള്ളിനകത്ത് പെണ്ണിനെ നമ്മൾ നിർവചിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ വളരെ സത്യസന്ധമായി, ഒരുപക്ഷെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമാണായത്. എൻ്റെ നിർവചിക്കുന്ന ആളുകൾ ചിലപ്പോൾ അതിനപ്പുറം അതിൽ ചെറുതായിട്ടൊക്കെ നിരീക്ഷിക്കാറുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എൻ്റെ
ഒരു വിവാഹ ജീവിതത്തിൽ 100% ഹാപ്പിയാണ് എന്ന് പറയാൻ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികൾക്കിടയിൽ സന്തോഷപൂർവ്വം ഞാൻ ആ നിമിഷത്തെ കൊണ്ടു നടക്കുന്നു എന്ന് പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ഞാൻ ഇത് പറയുമ്പോൾ ഈ സദസ്സിൽ എൻ്റെ വൈഫിനെ ഇരുത്താൻ അതിയായി കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. ഈ പറഞ്ഞതിനർത്ഥം നമ്മൾ ഉള്ളിലൊരു പെണ്ണിനെ കാണുന്നതിൻ്റെ സമീപനങ്ങൾ നമ്മൾക്കനുസരിച്ച് അതിനെ ഡിഫൈൻ ചെയ്യുക എന്നത് പ്രധാനമാണ്. ഒരുപക്ഷെ സാമൂഹിക ഇതിലൊക്കെ പറയുന്നത് പോലെ 90കളിൽ ജനിച്ച ആളുകൾക്ക് മില്ലേനിയൻസ് എന്നൊരു ടെക്നിക്കൽ ടേം പറയാറുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. മില്ലേനിയൻസിൻ്റെ പ്രത്യേകത ഒരു പഴയ കാലത്തെ ഒരു ജനറേഷൻ എക്സ്പീരിയൻസ് ചെയ്തവരാണ്, പുതിയ കാലത്തെ ജനറേഷനെ നന്നായി ആസ്വദിക്കുന്നവരാണെന്നുള്ളതാണ്. 90 മുതൽ 99 വരെ 1990കളിൽ ജനിച്ച ആളുകൾക്ക് പറയുന്നൊരു പേരാണ്. ശരിക്കും ഒരു പഴയ തലമുറ എന്നതിനെയും പുതിയ തലമുറ എന്നതിനെയും മാറ്റുന്നതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഗ്യാങ് ആയിട്ട് ശരിക്കും ഈ വിഭാഗത്തെ നമുക്ക് പറയാൻ പറ്റും. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ വീട്ടിൽ കറണ്ടില്ലാത്ത റൂമിൽ ജനിക്കുകയും കിടന്നിറങ്ങുകയൊക്കെ ചെയ്ത് പരിചയമുള്ള, സ്കൂളിലേക്ക് പഠിക്കുന്നത് വിളക്കത്തിരുന്ന് പഠിച്ച പ്രാക്ടീസ് പറയാൻ കഴിയുന്ന, അതല്ലെങ്കിൽ സിമെൻ്റ് കൊണ്ട് റൂമിൻ്റെ താഴെ തേക്കാത്ത, കാവിയോ കരിയോ വെച്ച് മാത്രം ഇരുന്ന, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നിലത്ത് പടിഞ്ഞിരുന്ന് ചെറിയ പലകയിലിരുന്ന് ഒരു പിഞ്ഞാണ പാത്രത്തിൽ എന്താ പറയുക, അവിലിൻ്റെ ഈ ചായ മിക്സ് ചെയ്തിട്ടൊരു കഞ്ഞി പോലെ കുടിക്കുന്ന, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശീലിച്ച ഒരു കുഞ്ഞു പ്രായവും, അതേപോലെ മോഡേണായിട്ട് ഇപ്പം ഇന്നലെ മൊയിൻ സാറ് വിഭവമായി തന്നത് ലോഡഡ് ഫ്രൈസാണ്. അപ്പോൾ ഇതൊരു ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാധനം പ്രിയപ്പെട്ട സനിയ മാം ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇത് രണ്ടും ഒരുപോലെ ടേസ്റ്റ് ചെയ്യാൻ, ജീവിതത്തിൽ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുന്ന ഒരു ടേംസാണ് ശരിക്കും മില്ലേനിയൻസ് എന്ന് പറയുന്നത്. ഞാനിത് പറയുന്നത് സങ്കല്പങ്ങളെ വേരിയേഷൻസ് പറയാനാണ്. എൻ്റെ ഉള്ളിൽ എൻ്റെ തൊട്ട് മുന്നേയുള്ള തലമുറയുടെ ഒരു പെണ്ണിൻ്റെ സങ്കല്പം വേറെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 13ാമത്തെ വയസ്സിൽ എൻ്റെ ഉമ്മയെ എൻ്റെ ഇപ്പം കെട്ടിക്കൊണ്ടുവന്നതിനു ശേഷം ഒരുപക്ഷെ ഒരു പ്രണയത്തിൻ്റെ ഒരു ചെറിയ സംസാരം പോലും നടക്കുന്നത് അടുത്ത കാലത്തായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം ഈ ഉമ്മാക്കും ഈ ഉപ്പാക്കും ഇടയിൽ വളരെ പരസ്യമായി പ്രണയത്തിൻ്റെ ഡയലോഗ് പറയുന്ന ഒരാളാണ് ഞാൻ അടുക്കളയിൽ. അപ്പോൾ ഈ ഒരു അന്തരം ഈ പുരുഷനിടയിൽ സ്ത്രീ ആര് എന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വ്യത്യസ്തമാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് അടുത്തൊരു തലമുറ, ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇതിനും അപ്പുറത്തേക്ക് വേറൊരു രീതിയിലായിരിക്കും പെണ്ണുങ്ങളോട് സ്ത്രീകളോട് സംസാരിക്കുന്നുണ്ടാവുക. നമ്മൾ എന്തിന് സ്ത്രീകളെ കാണുന്നു എന്നതാണ് ഈ ഡെഫിനിഷനെ നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്ന വിചാരത്തെയാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. പഴയ കാലത്ത് സ്ത്രീകളെന്ന് പറയുന്നത് തീർത്തും ഒരു അടിമത്തത്തെ പോലെ പലപ്പോഴും നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. ഒരു പക്ഷേ ഒരു 10-20 വർഷം മുന്നേയുള്ള ആളുകൾ സ്ത്രീകളെന്ന് പറയുന്നത് ഒരു ഉപഭോഗ വസ്തുവായി, അല്ലെങ്കിൽ ഓർഗാസം എന്തെന്ന് അനുഭവിക്കാതെ കുഞ്ഞിന് ജന്മം കൊടുത്ത കുറേ സ്ത്രീകൾ കടന്നുപോയൊരു തലമുറയുണ്ടായിരുന്നു എന്ന് പറയുന്ന രൂപത്തിൽ സ്ത്രീകൾ കേവലം പിന്നെ പുരുഷന്മാരുടെ ഒരു വസ്തുവായി മാത്രം മാറിയുന്നൊരു കാലം ഇതിനിടയിൽ എവിടെയൊക്കെയോ കടന്നുപോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ സ്ത്രീ എന്ന് പറയുന്ന സങ്കല്പം തീർത്തും ഒരു ഉപയോഗ വസ്തുവായി മാത്രം കണ്ടിരുന്നിടത്തുനിന്ന് മാറി ഇപ്പോൾ എന്തു പറഞ്ഞാലും പഞ്ചാര പാട്ടുകൊണ്ട് ഇഷ്ടമുള്ള പ്രണയത്തിൻ്റെ എന്തൊക്കെയോ ചില ടേസ്റ്റുകൾ, കെമിസ്ട്രികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്ന തരത്തിലേക്കുള്ളൊരു ജനറേഷനിൽ എത്തി നിൽക്കുമ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ്റെ ഉള്ളിൽ സ്ത്രീ എന്ന് പറയുന്ന സങ്കല്പം വ്യത്യസ്തമാണ്. ഇത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു എൻ്റെ ഉള്ളിലുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, സ്ത്രീ എന്ന പറയുന്ന ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പളുങ്കുപോലെ നിങ്ങൾ കൊണ്ടു നടക്കണേ എന്ന ഹബീബ് പഠിപ്പിച്ച ഈ ഒരു ക്യാരക്ടറിനെ പുരുഷന്മാർ കാണുന്ന രൂപങ്ങൾ പലതാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും തിരിച്ചറിയണം എന്നുള്ളൊരു പോയിന്റ് കൂടിയാണ് എനിക്കിതിൽ പറഞ്ഞു വെക്കാനുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻട്രാക്ഷൻ ഇടയിൽ പറയാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറയുന്നത് ഒരു പക്ഷേ 3-4 ആസ്പെക്റ്റുകളിൽ നമ്മളിതിനെ സമീപിക്കേണ്ടി വരും. അതൊന്ന് തീർത്തും പ്രണയമാണ്.
പ്രണയം എന്ന് പറയുന്ന ഒരു ആസ്വാദനത്തിൻ്റെ ആ ഒരു ഒഴുക്കിലൂടെ നമ്മൾ അനുഭവിക്കേണ്ട കുറേ നല്ല ടേസ്റ്റുകളാണ്. മറ്റൊന്ന് തീർത്തും ഒരു കാമമാണ്. പ്രണയവും കാമവും വ്യത്യസ്തമാണ്. കാമം എന്ന് പറയുന്നത് ഒരു പക്ഷേ സെക്ഷലി നമുക്ക് ആസ്വദിക്കാൻ ദൈവം വന്ന ടൂളിനെ അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു മൊമെൻറ്റിനെയാണ്. അതിനപ്പുറം സ്ത്രീ എന്ന് പറയുന്നത് ജീവിതമാണ്. ജീവിതം എന്ന് പറയുന്നത് ഫീലിങ്സ് റിലേറ്റഡായി നമ്മൾ കൊണ്ടു നടക്കേണ്ട പോസിറ്റീവായിട്ടുള്ള ചില നല്ല നിമിഷങ്ങളാണ്. ഇതൊക്കെ വ്യത്യസ്തമായ സ്ത്രീകളോടുള്ള അപ്രോച്ചുകളാണ്. അപ്പോൾ ഇതിനകത്ത് ജീവിതമായി സ്ത്രീയെ കാണുമ്പോഴാണ് പുരുഷനുള്ളിലെ സ്ത്രീ ഒരു നല്ല ഭാര്യയായി നല്ല കുടുംബമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. ജീവിതം എന്നത് മാറ്റി നിർത്തി, ഇത് ആഫ്റ്റർ മാരേജാണ്. ജീവിതം എന്നത് മാറ്റി നിർത്തി പ്രണയം എന്ന് പറയുന്നൊരു സങ്കല്പത്തെ ശരിക്കും നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ അതിനകത്ത് ശരി തെറ്റുകര ബൗണ്ടറി നിശ്ചയിച്ചിട്ട് നമുക്ക് ശരിയായ നിമിഷത്തിലാണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു മൊമെൻറ്റിലാണ് മറ്റൊരു ആസ്പെക്റ്റ് ഉള്ളത്. മറ്റൊന്ന് തീർത്തും കാമമാണ്. ഞാനീ പറയുന്നത് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈക്കോളജിക്കകത്ത് പറയുന്നൊരു ടേം ഉണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു സ്ത്രീയുമായി സെക്സിൽ ഏർപ്പെടുന്ന സമയമുണ്ടെങ്കിൽ അത് ഓർഗാസം സംഭവിക്കുന്ന നിമിഷത്തോടു കൂടിയിട്ട് അതിൻ്റെ എല്ലാവിധ എൻജോയ്മെൻറ്റും അവസാനിക്കും. ഞാനിത് ആധികാരികമായി പറയുന്നൊന്നുമല്ല, ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇത് കഴിഞ്ഞ് അതേ ആൾക്ക് അതേ സ്ത്രീയോട് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യമല്ല എന്നതാണ് ഭൂരിപക്ഷം പക്ഷവും. അതേസമയം അയാൾക്ക് തന്നെ മറ്റൊരു സ്ത്രീ അയാളുടെ മുന്നിൽ വന്ന് നിന്നാൽ 10 മിനിറ്റ് കൊണ്ട് അടുത്ത ഒരു ഇമോഷണൽ പ്രോസസ്സിലേക്ക് അയാളുടെ ബയോളജി അയാൾക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് പറഞ്ഞാൽ വീണ്ടും അയാൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി വരുമെന്നാണ് ഞാനിത് പറയുന്നത്. തീർത്തും രണ്ടാമത്തെ കാമം എന്ന ആസ്പെക്റ്റിൽ സ്ത്രീകളെ സമീപിക്കുന്ന പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു പാഠമാണ് എന്നതാണ്. ഒരു പക്ഷെ 1000 പെൺകുട്ടികൾ പഠിക്കുന്ന, അതിനകത്ത് 100 സ്റ്റാഫുകളുള്ള ഒരു ക്യാമ്പസിനകത്ത് എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ചില ലോക്കിങ്ങുകളോ ചില ബൗണ്ടറികളോ നിശ്ചയിച്ചിട്ട് വേണം ഇതിനകത്തുള്ള ചില ഫ്രീഡംസിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ എന്നാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് പല രൂപത്തിൽ നമുക്ക് വായിക്കാം. പുതിയ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് പഴയ തലമുറയിൽ 1980-കൾക്ക് മുമ്പോ അല്ലെങ്കിൽ 80-കൾക്ക് ശേഷമോ 90-കൾക്ക് ശേഷമോ പോയി ഈ അഹ്ർസമാൻ്റെ 2024 എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്തമായ തലത്തിലാണ് നമുക്ക് തന്നെ അറിയാം. ഒരു പക്ഷേ ഫേസ്ബുക്ക് അമ്മാവന്മാരെന്ന് പറയുന്ന ഒരു ജനറേഷൻ വേറെയാണ്, ഇൻസ്റ്റ യൂത്ത് എന്ന് പറയുന്നത് വേറെയാണ്. ഇത് ശരിക്കും കറക്റ്റ് ഡിഫൈൻ ചെയ്യപ്പെട്ട ഒരു സാധനം അതിനകത്ത് ഉണ്ട് എന്നത് സത്യമാണ്. ഇൻസ്റ്റയുടെ കൾച്ചറല്ല ഫേസ്ബുക്കിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ശ്രമിക്കാൻ കഴിഞ്ഞ 4 മാസമായി റിസ്ക് എടുത്ത് ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്ത് അസ്വസ്ഥനായി ഇത് ട്രെയിൻ ചെയ്ത് പുതിയ കാലത്തോട് സംവദിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ പറയുന്നത്. ആ രൂപത്തിൽ തന്നെയാണ് മാനസികമായി നമുക്കിതിനെ സമീപിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ വ്യത്യസ്ത രൂപത്തിലാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന അർത്ഥം. ഇത്രയേ ഉള്ളൂ. വിഷയം കൺക്ലൂഡ് ചെയ്താൽ ഓരോ ആളുകൾക്കും ഓരോ രൂപത്തിലും കാലഘട്ടത്തിനും അകത്തുള്ള വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട്. അത് അതാത് കാലഘട്ടത്തിൻ്റെ ശരികളെ മാനിച്ചുകൊണ്ട് നമുക്കതിനെ ഉൾക്കൊള്ളാം. മറ്റൊന്ന്, വ്യത്യസ്ത രൂപത്തിലാണ് പുരുഷൻ്റെ കണ്ണിലും പുരുഷൻ്റെ ഉള്ളിലും സ്ത്രീകളുള്ളത്. അതിൻ്റെ ഒരു ഡെഫിനിഷനെ നമ്മൾ ബോധ്യപ്പെട്ടിട്ടായിരിക്കണം നമ്മൾ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കണക്ഷൻസിന് വേണ്ടത് എന്നാണ് ജനറലി പറയാനുള്ളത്. ഇന്നലെ മനോഹരമായി സംവദിച്ച ബാസിൽ സാറിൻ്റെ സെഷനിൽ പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പോയിൻ്റാണ്. സ്ത്രീ അറിയുന്നില്ല, ഞാൻ സ്ത്രീ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സ് പോലെയാണ് പുരുഷൻ്റെ മനസ്സ്, അതുകൊണ്ട് എനിക്ക് അയാളടുത്ത് ചേർന്ന് നിൽക്കാൻ പറ്റും എന്ന് പറയുന്ന അതേ സമയം പുരുഷൻ മനസ്സിൽ വിശ്വസിക്കുന്നത് എൻ്റെ ഫീലിങ്സ് പോലെയാണ് അവൾക്കും, അതുകൊണ്ട് അവളെ എൻ്റെ അടുത്ത് ചേർത്ത് നിൽക്കുന്നതിൽ എന്തോ ഉണ്ട് എന്ന് നെഗറ്റീവായി ചിന്തിക്കുന്ന സാഹചര്യങ്ങളെ ക്ലബ് ചെയ്യുന്ന ഒരു പരിസരത്ത് നിന്ന് ഇതിൻ്റെ ഒരു ബയോളജിക്കലി, ഇതിൻ്റെ ഒരു മാനുഷികമായ, ഇതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസിനെ അടക്കം ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾക്കുള്ള സമീപനങ്ങൾ വേണ്ടത് എന്നാണ് പറയാറുള്ളത്. പക്ഷേ അത് ബാക്കി നമുക്ക് അടുത്ത ഡിസ്കഷനിൽ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഇമോഷനെയും ലോജിക്കിനെയും ഒരുമിച്ച് പോകുന്ന ഒരാളാണ്. ചില ക്യാരക്ടറുകൾ ലോജിക്കൽ ക്യാരക്ടറായിരിക്കും, ശരിക്കും ആ ലോജിക്കൽ ക്യാരക്ടറിൽ ഒരു ഭയങ്കര സ്ട്രക്ചേർഡായി അതിനെ ഫോളോ ചെയ്തു പോകുന്ന ഒരു നല്ല സിസ്റ്റമാണ്. അതുപോലെ ചില ആളുകൾ ഭയങ്കര ഇമോഷണൽ ക്യാരക്ടറായിരിക്കും.
ആ ഇമോഷണൽ ക്യാരക്ടർ ചിലപ്പോൾ അവരത്ര ലോജിക്കലി ആയിക്കൊള്ളുന്നില്ല. ഇമോഷൻസിനെ ജീവിതത്തിൽ ഒരു പാഠമായോ വഴിയായോ കാണുന്ന കുറേ ക്യാരക്ടറുകളുണ്ടാവും. ഇത് നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാണിൻ്റെ ഉള്ളിൽ പെണ്ണ് ചർച്ച ചെയ്യുന്നിടത്ത് എൻ്റെ ഉള്ളിലെ പെണ്ണിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ലോജിക്കും ഇമോഷൻസ് ഒരുപോലെ ക്യാരക്ടറിൽ അലിഞ്ഞ ഒരാളാണ് ഞാൻ. അത് ശരിയോ തെറ്റോ എന്നല്ല, പലപ്പോഴും എനിക്കത് മിസ്റ്റേക്ക് പോലും ആയി തോന്നാറുണ്ട്. കാരണം ഞാൻ എങ്ങനെ പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്യണം, അത് ഇമോഷണൽ സ്ട്രാറ്റജിയിലാണോ ലോജിക്കൽ സ്ട്രാറ്റജിയിലാണോ എന്നൊരു കൺഫ്യൂഷനാണ്. ഞാൻ ഇത് പറയുന്നത് ലൈഫിനെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇമോഷനിലാണ്. നമ്മളൊരു സ്ത്രീയോടുള്ള സമീപനം ഇമോഷനിലാണ് വേണ്ടതെന്നും അതേസമയം അതിനകത്ത് ചില ലോജിക്കൽ കൺസെപ്റ്റുകൾ ബാലൻസ് ചെയ്തിരിക്കണമെന്നുമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാറുള്ളത്. കഴിഞ്ഞ 5 വർഷമായി എൻ്റെ ലൈഫിനെ പോസിറ്റീവായി മാത്രം പറയണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു പോയിന്റ് ഞാൻ പറയാം. ഞങ്ങൾക്കിടയിൽ ഒരു ഡീലുണ്ട്. ഞങ്ങളുടെ ഇടയിൽ ഒരു ഡീൽ എന്ന് പറയുന്നത് ഇമോഷൻസിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ലോജിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എഴുതി ഒപ്പിട്ടതുപോലെ പരസ്പരം തയ്യാറാക്കിയ ഒരു കരാർ പത്രത്തിലുള്ളത് 24 മണിക്കൂറിനപ്പുറം എൻ്റെ ഭാര്യയും ഞാനുമായിട്ട് പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നൊരു ഡീലാണ്. അത് അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ 5 വർഷമായി ഇതുവരെ പൊട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അന്ന് കിടന്നിറങ്ങണമെങ്കിൽ ഇത് ക്ലിയർ ചെയ്തേ പറ്റൂ. ഇത് ഞങ്ങൾ തമ്മിലുള്ളൊരു പോളിസിയാണ്. ഞാൻ ഭയങ്കര ചീത്ത പറഞ്ഞ് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ റിസ്ക്കാണ്. രാത്രി ഉറങ്ങണമെങ്കിൽ ഇപ്പോൾ പ്രശ്നമാണല്ലോ, ഇത് ക്ലിയർ ആവാതെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഓൾ അപ്പുറത്തേക്ക് തിരിഞ്ഞ് അത് ചിന്തിക്കും, ഞാൻ ഇപ്പുറത്തേക്ക് ഇത് ചിന്തിക്കും. ഒരു 10 മിനിറ്റ് നേരമൊക്കെ ചിന്തിച്ചതിന് ശേഷം കേസ് വിട്, ഇത് വേറെ ഓപ്ഷൻ ഇല്ല, എന്നായിക്കോട്ടെ സാരമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പിരിയാത്ത ഒരു കലഹങ്ങളും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, സമീപിക്കുന്ന സ്ത്രീയോട് ഇമോഷണലി മുന്നോട്ട് പോവേണ്ടതിന് ലോജിക്കൽ ചില ലോക്കുകളൊക്കെ ആവാം. ആ രൂപത്തിലാണ് നമുക്ക് നമ്മളുടെ സമീപനം കൊണ്ടുവരേണ്ടത് എന്നൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് ഡിസ്കഷനിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നലെ ഈ ഒരു പോസ്റ്റർ സ്റ്റാറ്റസ് വെച്ചപ്പോൾ പല ആളുകളും പേഴ്സണലി വന്ന് ചോദിക്കൽ തുടങ്ങി, ആണിൻ്റെ ഉള്ളിലെ പെണ്ണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്നലെ 7ാം ക്ലാസ്സിൽ മദ്രസയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ മുഴുവൻ പെൺകുട്ടികളും എന്നെ പൊതിഞ്ഞിട്ട് ചോദിച്ചു, ആണിൻ്റെ ഉള്ളിൽ പെണ്ണുണ്ടോ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. സൈത്തൂൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പേരുകൊണ്ട് ഒരുപാട് ചർച്ച ചെയ്ത, എന്തായിരിക്കും ഇവർ പറയാനിരിക്കുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സെഷൻ ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാൻ വന്ന 3 പേരും സാധാരണ ഒരു സെഷനിൽ പങ്കെടുക്കാൻ വരുമ്പോൾ പ്രിപ്പയർ ആയി വരാം. ഒന്നുകിൽ പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ വല്ല വീഡിയോസും കാണാം, അതല്ലെങ്കിൽ ആ രൂപത്തിൽ നോട്ട്സുകളൊക്കെ തയ്യാറാക്കി തലേന്നൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് സാധാരണ ഒരു സെഷനിലൊക്കെ പങ്കെടുക്കുക. പക്ഷേ ഇതിൽ വന്ന 3 പേരും ഇന്ന് രാവിലെ മുതൽ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആശങ്കയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും ആണിൻ്റെ ഉള്ളിലെ പെണ്ണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു കൃത്യമായ മതത്തിൻ്റെയും കൃത്യമായ ജീവിതചര്യയുടെയും അടിസ്ഥാനത്തിലാണ്. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, എൻ്റെ സഹപ്രവർത്തകനായി ചെമ്മാട് എൻ്റെ കൂടെ ജോലി ചെയ്ത റഷീദ് സാർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പെണ്ണെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആണിന് ബോധ്യം വരുന്ന സമയം വിവാഹം ആലോചിക്കുന്ന സമയത്താണ്. അതിനു മുമ്പ് പെണ്ണിനെക്കുറിച്ച് ഒരുപാട് ധാരണകളുണ്ടാവും. കമ്പനി അടിക്കണം, ഒന്ന് പുറത്തു പോകണം, ഉപ്പിലിട്ടത് വാങ്ങിക്കൊടുക്കണം, ഇതൊക്കെയായിരിക്കും ഒരു പെണ്ണിനെ കുറിച്ച് ആണിൻ്റെ സങ്കല്പം. എന്നാൽ വിവാഹത്തിലേക്ക് അടുക്കുമ്പോഴാണ് എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന, ഞാൻ ജീവിതസഖിയായി സ്വീകരിക്കാൻ പോകുന്ന പെണ്ണ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള സങ്കല്പം വരുന്നത്. ഈ സങ്കല്പത്തിൽ അതിൻ്റെ മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. എൻ്റെ സുഹൃത്തായ റഷീദ് സാറ് എൻ്റെ മുന്നിൽ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് 28 അവൻ്റെ പ്രതീക്ഷകൾ പെണ്ണിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിക്കുന്നു. അവൻ്റെ പെണ്ണ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള 28 ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഈ 28 ക്വാളിറ്റിയും ഒത്തുവരുന്ന പെണ്ണിനെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, നിനക്ക് പറ്റുമെങ്കിൽ നിൻ്റെ ജീവിതം വിജയിക്കും, നിനക്ക് സെർച്ച് ചെയ്യാം. അദ്ദേഹം അങ്ങനെ പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. പല പെണ്ണിനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു.
കുറച്ചെണ്ണം തിരിച്ചിഷ്ടപ്പെടാതാവുന്നു. കുറേ പെണ്ണിനെ കണ്ടതിന് ശേഷം ഒരു പെണ്ണിനെ അദ്ദേഹം വിവാഹം ചെയ്തു. നിർഭാഗ്യവശാൽ ഒരു കുട്ടിയായ സമയത്ത് അവർ ഡൈവേഴ്സിലേക്ക് പോയി. ഡൈവേഴ്സിലേക്ക് പോയ സമയത്ത് പ്രിയപ്പെട്ട റഷീദ് സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ 28 ക്വാളിറ്റികളുമുള്ള പെണ്ണിനെയായിരുന്നു ഞാൻ തിരഞ്ഞിരുന്നത്. കാണാൻ പോയപ്പോഴും അന്വേഷിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് ഞാൻ മനസ്സിലാക്കിയ 28 ക്വാളിറ്റിയും എൻ്റെ പെണ്ണിനുണ്ട് എന്നാണ്. പക്ഷേ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പരസ്പരം തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത ഒരു പെണ്ണാണ് എൻ്റെ ജീവിത സഖി എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതം അവിടെ പരാജയത്തിലേക്ക് പോയത്. നമ്മൾ കാണുന്നതല്ല ജീവിതം, നമ്മൾ മനസ്സിലാക്കുന്നതൊന്നുമല്ല ലൈഫ്. പെണ്ണിനെക്കുറിച്ച് ആണിനുള്ള സങ്കല്പങ്ങളും ആണിനെക്കുറിച്ച് പെണ്ണിനുള്ള സങ്കല്പങ്ങളും വ്യത്യസ്തമാണ്. സാധാരണ പെൺകുട്ടികളെക്കുറിച്ച് ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ മോഡിലേക്ക് നമ്മൾ പോയാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിളിച്ച് എന്താണ് നിൻ്റെ ഹസ്ബൻഡായി വരുന്ന ഒരാളുടെ സങ്കല്പം എന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട, ഒരു ബുള്ളറ്റ് വേണം, ട്രിപ്പ് പോകണം, എനിക്ക് എൻ്റെ ശരീരത്തെ ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയാറുണ്ട്. ഈ രൂപത്തിൽ എല്ലാം സപ്പോർട്ട് ചെയ്ത് പെണ്ണ് എന്ത് ചെയ്താലും അത് ശരിയാണ് എന്നുള്ള രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം ആ ആണിനൊരു പേരുണ്ട്, ദയ്യൂസ് എന്നാണ് പേര്, പെണ്ണിൻ്റെ അടിമ. പെണ്ണ്, എൻ്റെ പെങ്ങളാവട്ടെ, എൻ്റെ ഉമ്മയാവട്ടെ, കൂടി വന്നാൽ എൻ്റെ ഭാര്യയാവട്ടെ, തല തുറന്നിട്ട് ഡ്രസ്സ് വേണ്ട പോലെ ധരിക്കാതെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എനിക്കതിൽ വിഷമമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാനൊരു പുരുഷനാണെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. നമ്മുടെ നിയമസംഹിതകൾക്കനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോവുകയും അതിനനുസരിച്ച് തൻ്റെ പെണ്ണിനെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു പുരുഷൻ വിജയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പുരുഷന്റെ മനസ്സിലുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാനും തിരിച്ചറിയുവാനും ദീനനുസരിച്ച് മുന്നോട്ട് പോകുവാനും കഴിയുന്നു എന്നുള്ളതാണ്. തിരിച്ചറിയില്ലായ്മ ഉണ്ടാകുമ്പോഴാണ് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ദാമ്പത്യം തന്നെ എടുക്കാനുള്ളൊരു കാരണം പെണ്ണിനെ നമ്മുടെ യഥാർത്ഥ പെണ്ണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകണമെങ്കിൽ അത് നമ്മുടെ ഭാര്യയായിരിക്കണം. ഉമ്മയെ നമുക്ക് നിയന്ത്രിക്കാനോ ഉമ്മയെ നാം വിചാരിക്കുന്ന രൂപത്തിൽ നമുക്ക് കൊണ്ടുപോകുവാനോ ഒരു പരിധിയുണ്ട്. എന്നാൽ നമ്മൾ വിവാഹം കഴിച്ച പെണ്ണ്, യഥാർത്ഥത്തിൽ എല്ലാവരും പറയാറുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മുഴുവൻ ക്വാളിറ്റിയും നോക്കിയിട്ടാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന്. എന്നാൽ ഞാൻ ഒരു 80% ആ ഒരു വാദഗതിക്ക് എതിരാണ്. നമ്മൾ സ്നേഹം കൊടുത്താൽ, നമ്മൾ ഒരു പെണ്ണിനെ തിരിച്ചറിയാൻ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കണം എൻ്റെ മനസ്സിലുള്ള പെണ്ണ് എന്ന് തൻ്റെ പെണ്ണിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഏത് നിമിഷമാണോ നമുക്ക് കഴിയുന്നത്, ആ നിമിഷം നാം ഉദ്ദേശിക്കുന്ന പെണ്ണായിട്ട് ആ പെണ്ണ് മാറുമെന്ന് 100% ഉറപ്പാണ്. ഇവിടെ കിടക്കുന്നത് ആണിൻ്റെ മനസ്സിനുള്ളിലെ പെണ്ണിനെ മനസ്സിലാക്കാൻ പെണ്ണിൻ്റെ മനസ്സ് പാകപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ പോയിന്റ് കിടക്കുന്നത്. അത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ പരസ്പരം തിരിച്ചറിവുകൾ പ്രധാനമാണ്. നമ്മൾ പുതിയ കാലത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാഴ്ചകളും ഒരുപാട് മുന്നിലിരിക്കുന്ന ചരിത്രങ്ങളും മുന്നിലുള്ള അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്കൊരുപാട് ധാരണകൾ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിത സങ്കല്പത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ വന്നുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സെഷൻ ഇങ്ങനെ ഒരു ഡിസ്കഷൻ മോഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ആണിൻ്റെ ഉള്ളിലെ പെണ്ണിനെ മനസ്സിലാക്കണമെങ്കിൽ ആ പെണ്ണ് തന്നെയാണ് ശ്രമിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും. പരസ്പരം തിരിച്ചറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യത്തിലും വിജയപ്രദമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും അതുപോലെയുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീനുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന വലിയ മാതൃകകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ ഭാര്യമാർ ചില സമയത്ത് അവരുടെ സ്ത്രൈണ സ്വഭാവത്തിലുണ്ടായിരുന്ന കുശുമ്പ് കാണിച്ചപ്പോൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അരുതായ്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തേക്ക് വന്നു പോകുമ്പോൾ പോലും അവിടെ ആ മനസ്സ് മനസ്സിലാക്കി, സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കി ആ രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ
തിരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ആ പിണക്കം അവിടെ തീർക്കാൻ രണ്ടുപേരും തയ്യാറാകുമ്പോഴാണ് ഒരു മഹിതമായ ജീവിത സൗന്ദര്യം നമ്മുടെ മുന്നിലേക്ക് വന്നത്. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഷെഫീഖ് സാറ് പറഞ്ഞതുപോലെ 100% ഹാപ്പി എന്നൊന്നും എനിക്ക് കോൺഫിഡൻറ്റോട് കൂടി പറയാൻ പറ്റില്ലെങ്കിൽ പോലും 95% ഹാപ്പിയിൽ ഇങ്ങനെ പോകുമ്പോൾ 5% ഹാപ്പി എവിടെ പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പെണ്ണിൻ്റെ മാത്രം കുഴപ്പമല്ല, ആണായ എൻ്റെ കൂടി കുഴപ്പമാണ്. പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത് ഒരു ആണിൻ്റെ ഫോൾട്ടാണ്. ശരിക്ക് ഇസ്ലാം മതത്തിൽ പെണ്ണിന് നൽകിയ സ്ഥാനത്തിൻ്റെ ഒരു 100% പോലും ഇസ്ലാം ആണിന് നൽകിയിട്ടില്ല. പെണ്ണ് വീട്ടുജോലിക്കാരിയായിട്ട് കടന്നു വരുമ്പോൾ വീട്ടുജോലി നീ എടുക്കേണ്ടതല്ല, നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പെണ്ണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ ആ പെണ്ണ് തിരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടി മുൻപന്തിയിലുണ്ടാകുമെന്ന് മനസ്സിലാക്കി അവളുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ആണാവുകയും അവൾ പെണ്ണാവുകയും ചെയ്തു തീരുന്നത്. യഥാർത്ഥത്തിൽ അടിമകളായി പെണ്ണിനെ പോറ്റുമ്പോഴാണ് അടിമ ഉടമ എന്ന സമ്പ്രദായത്തിലേക്ക് ദാമ്പത്യം പോകുന്നത്. ഇതൊരിക്കലും ഉണ്ടാവരുത്. സാധാരണ മുബശ്ശിർ സാറ് സൂചിപ്പിച്ചതുപോലെ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. പെണ്ണുങ്ങൾ വിചാരിക്കും ഈ ടെൻഷനും ഈ കുലുമാലും ഒക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആണെന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, കരയാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല, ഇങ്ങനത്തെ ഒരു സംഗതിയില്ലാത്ത അള്ളാഹു സൃഷ്ടിച്ച പ്രതിമ പോലത്തെ കടുകട്ടിയുള്ള മനസ്സുള്ള ഒരു സങ്കല്പ ജീവിയാണ് ആണ് എന്ന് ധരിച്ചു വെക്കുമ്പോഴാണ് പെണ്ണ് ഈ രൂപത്തിൽ ആണിനോട് പെരുമാറുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ സ്വഭാവം പെണ്ണിനുണ്ടോ അതിൻ്റെയൊക്കെ ഒരു മറ്റ് വേർഷൻ ആണിന് കൂടിയുണ്ട്. ഇത് മനസ്സിലാവുകയും തൻ്റെ പ്രിയതമൻ, അതല്ലെങ്കിൽ തൻ്റെ വാപ്പ, തൻ്റെ ആങ്ങള, തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പുരുഷന്മാർ എല്ലാവരും ഏത് രൂപത്തിലാണോ ഉള്ളത് എന്ന് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് കൂടുതൽ വിജയപ്രദമാവുക. ഇതിനൊക്കെ വേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഫൾഫർ ബിദാത്തി ദീൻ, നീ പെണ്ണിനെ തിരയുമ്പോൾ ദീനിനെ നീ ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കണം. ദീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ദീൻ എന്ന് പറഞ്ഞൊരു ചര്യയാണ്, ഒരു മതമല്ല. ആ ചര്യയെ മുറുകെ പിടിക്കുമ്പോഴാണ് ദീനുള്ള പെണ്ണിനെ എന്ന് പറഞ്ഞാൽ ആ ദീനുള്ള പെണ്ണായി തീരാൻ വേണ്ടിയിട്ടാണ് സൈത്തൂൻ ഇന്റർനാഷണൽ ക്യാമ്പസിൽ നമ്മളിവിടെ വന്നത്. ഇങ്ങനെയുള്ള ക്യാമ്പസുകളിൽ വന്ന് നമ്മൾ ദീനുള്ളവളായി തീരുമ്പോൾ നമ്മളെ സെലക്ട് ചെയ്യാൻ, നമ്മളെ തിരഞ്ഞെടുക്കാൻ, നമ്മുടെ മനസ്സിനുള്ളിലെ പെണ്ണിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി തിരിച്ചറിയുവാൻ ഒരുപാട് ആണുങ്ങൾ, പുരുഷന്മാർ നമുക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നുണ്ട്. നല്ലൊരു സെഷനായി ഇത് മാറട്ടെ. ഡിസ്കഷനിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ മുബശ്ശിർ സാറോടും ഷെഫീഖ് സാറോടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ സെഷൻ ചോദ്യോത്തര സെഷൻ ഞാൻ കൺട്രോൾ ചെയ്യാം. ആൻസർ പറയാൻ രണ്ടുപേരും ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് രണ്ടുപേരോടും നിങ്ങൾ നിർബന്ധമായും ചോദിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഈ സെഷനെ ഡിസൈൻ ചെയ്തത് ഒരു ഭയങ്കര ടോക്ക് പാനൽ ഡിസ്കഷനൊന്നുമല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കണ്ടുവച്ചൊരാണുണ്ടായിരിക്കും. അങ്ങനെയാണോ ശരിക്കും ആണുങ്ങൾ പെണ്ണുങ്ങളോട് ബിഹേവ് ചെയ്യുന്നതെന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കണം, എപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. അസ്സലാമലൈക്കും. നമ്മളിപ്പോൾ പറയലുണ്ട്, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പുറത്ത് നാലുള്ളിൽ പറയുന്നത് പെൺകുട്ടികൾ നേരത്തെ വീട്ടിൽ കയറണം, അങ്ങനെയാണെങ്കിൽ ഓല് സേഫ് ആവും. എന്തുകൊണ്ട് ആൺകുട്ടികൾ നേരത്തെ വീട്ടിൽ കയറണം എന്ന് പറയുന്നില്ല? ആൺകുട്ടികൾ നേരത്തെ വീട്ടിൽ കയറിയാൽ പെൺകുട്ടികൾ സേഫ് ആവൂലേ? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആണിൻ്റെ ഉള്ളിലെ പെണ്ണാണ്. ഒരു യഥാർത്ഥ ആണിൻ്റെ ഉള്ളിൽ ഒരു യഥാർത്ഥ പെണ്ണിൻ്റെ നിർവചനമാണ് സൊസൈറ്റിയിൽ മുഴുവനും ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന താല്പര്യത്തെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമായിരുന്നു. ദൗർഭാഗ്യവശാൽ സാമൂഹികമായ പശ്ചാത്തലത്തിൽ ആണിൻ്റെ ഉള്ളിലെ പെണ്ണെന്ന് പറയുന്നത് ഒരു യഥാർത്ഥ പെണ്ണിൻ്റെ സമീപനത്തോടു കൂടിയിട്ടല്ല ഇന്ന് സമൂഹം നോക്കിക്കാണുന്നത് എന്നതുകൊണ്ട് ഇതിലല്പം അപകടകരമായ ചില സാഹചര്യമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. അവിടെ ആ പെണ്ണിന് സുരക്ഷിതത്വം ആവശ്യമുണ്ട്.
ആ പെണ്ണിന് സുരക്ഷിതത്വം ആവശ്യമുള്ളത് കൊണ്ട് അവൾ സമയബന്ധിതമായി വീട്ടിൽ കയറേണ്ടതുണ്ട് എന്ന് പറയുന്നത്, രാത്രി നിങ്ങളുടെ അതല്ലെങ്കിൽ നിങ്ങളുടെ പണം ഒരിക്കലും നിങ്ങൾ ചാവിയില്ലാത്ത ഷെൽഫിനകത്ത് വെക്കരുത് എന്ന് ഞാൻ പറയുന്നത്, അതെന്താ എൻ്റെ പൈസക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ലേ എന്ന നിങ്ങളെ മറുപടി പോലെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ജെയ്ത്തൂനകത്ത് ഒരാളും നിങ്ങളുടെ 100 രൂപ മോഷ്ടിക്കാനില്ല, ജെയ്ത്തൂനകത്ത് ഒരാളുടെ സമ്പത്തും നഷ്ടപ്പെടില്ല എന്ന ബോധ്യമുള്ള ആ സമയത്താണ് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് സ്വതന്ത്രമായി നിങ്ങളുടെ പണം കൊണ്ടു നടക്കാം. നിങ്ങൾക്ക് ഷെൽഫിൽ ചാവി ഇല്ലെങ്കിലും അതിനകത്ത് എന്ത് ചെയ്യുക, കൊണ്ടു നടക്കാൻ പറ്റും. ദൗർഭാഗ്യവശാൽ പലപ്പോഴും ഇവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളുടെ പൈസ മിസ്സാവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ പണം വാലറ്റിലിട്ടേ മതിയാകൂ എന്ന് ഞാൻ പറയുന്നു. അതേ സ്വരത്തിൽ പറയുകയാണ് സമൂഹം ചെയ്യുന്നത്. ദൗർഭാഗ്യവശാൽ സമൂഹം അത്ര സംശുദ്ധമല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി നിങ്ങൾ സമയബന്ധിതമായിട്ട് വീട്ടിൽ കയറണം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല, ആണിൻ്റെ ഉള്ളിലെ പെണ്ണ് കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ്. മാഷ്താൻ്റെ ഇതിമൊരു പാറ്റ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, പാറ്റ എന്ന് കേൾക്കുമ്പോൾ മാഷത് ബേജാറായി. ഇതേ മാഷിത രാത്രി 12 മണിക്ക് ആരുമില്ലാത്ത, ഒരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ലാത്ത ഒരു തെരുവിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള ഫീലിംഗ് എന്തായിരിക്കും? എന്തുകൊണ്ടാണ് കുറച്ചു കാലം മുമ്പ് വരെ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ? എന്താ അതിൻ്റെ ആവശ്യമുള്ളത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും ഒരു ആൺ സംരക്ഷണ സെല്ലൊന്നും ഗവൺമെൻറ് രൂപീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് ബസ്സിൽ കയറുന്ന സമയത്ത് സ്ത്രീകൾ, അമ്മയും കുഞ്ഞും, വൃദ്ധർ, ഡിസാബിൾഡ് പേഴ്സൺ, ആണുങ്ങൾ എന്ന് പറയുന്നൊരു സാധനം ഇല്ലാത്തത്? എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? നിങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരായിട്ടാണോ? ആണോ? ഇങ്ങനെ ഇത്തരം റിസർവേഷൻസും ഇത്തരം സെല്ലുകളും ഇത്തരം ഗവൺമെൻറ് സിസ്റ്റംസൊക്കെ ഒരു ജെൻഡറിനെ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഇസ്ലാമിൻ്റെ സ്ഥാനത്തിൻ്റെ പുറത്തേക്ക് നിർത്തുക നമ്മൾ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്? ശരിക്കും ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലേ ചരിത്രത്തിൽ ഇന്ന് വരെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്ന അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒക്കെ കാലം വരുന്നതിന് മുമ്പ് അറേബ്യയിലൊരു കൾച്ചർ എന്തായിരുന്നു? പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ജീവനോടുകൂടെ കുഴിച്ചു മൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. റോമിൽ സ്ത്രീകളെ മനുഷ്യന്മാരായിട്ട് പോലും കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ഷഫീഖ് സാറ് പറഞ്ഞതുപോലെ ഒരു കാമം ശമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് ഇവർ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇതിനൊരു കൃത്യമായ ഡെഫിനിഷൻ കൊടുക്കുന്നത്. മനാല സലാസ ബനാത്ത് അദ്ദബഹുന്ന വസവ്വജഹുന്ന വഹ്സന ഇലൈഹിന്ന ഫലഹുൽ ജന്ന എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയെ നിങ്ങൾ സംരക്ഷിക്കുകയും അവരെ ഫീഡ് ചെയ്യുകയും അവർക്ക് നന്നായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും അവരുടെ നല്ലൊരു ഇണതുണയെ നിങ്ങൾ കണ്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ്റെ അകത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താണ്. അപ്പോൾ നാളെ മുതൽ ഇവിടെ ഗവൺമെൻറ് ബസ്സിൽ റിസർവേഷൻ സീറ്റുകളൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമോ? എന്തേ? നാളെ മുതൽ ഇവിടെ നിങ്ങൾക്ക് വിളിച്ച് ഒരു കോളിൻ്റെ അപ്പുറത്തൊരു നമ്മളെ സെലീന എന്താ പറയല്, ഈ സ്ത്രീ സംരക്ഷണ ചൈൽഡ്സ് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, സ്ത്രീകൾക്കായിട്ട് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അങ്ങനെ ഒരു കോളിൻ്റെ അപ്പുറത്തൊരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ഇവിടെ ഉള്ള കേരളത്തിലെ മുഴുവൻ പെണ്ണുങ്ങളും അതിനെതിരെ വിപ്ലവം ഉണ്ടാക്കാതെ പ്രശ്നം ഉണ്ടാക്കാതെ നിൽക്കുമോ? എന്തുകൊണ്ടാ? നേരത്തെ ഇത് പ്രൊട്ടക്ഷനാണ്, ഓപ്പറേഷൻ അല്ല. ഇത് സംരക്ഷണത്തിൻ്റെ ഒരു സാധനമാണ്. ഇതിനൊരു ഓപ്പറേഷൻ്റെ ടൂണിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും അടിച്ചമർത്തപ്പെട്ടവരാണെന്നുള്ള
ഒരു സ്വരം ഉണ്ടാക്കിയെടുക്കുന്നത് ശരിക്ക് അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ചരിത്രത്തെയോ അതിൻ്റെ ഒരു ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടിനെയോ അങ്ങനെ നിഷേധിക്കുകയല്ല. ആണിൻ്റെ ഉള്ളിൽ ഒരു പുരുഷ സ്വഭാവമുണ്ട്. അവരത് പലപ്പോഴും ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് പെണ്ണിനെ അടിച്ചമർത്താൻ ശ്രമിക്കാറുണ്ട്. മാഷിതൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സാധനം, സ്ത്രീ ഈ സമയത്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടവളാണെന്നുള്ളത്. രാത്രി ആണുങ്ങൾക്ക് 12 മണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നെങ്കിൽ വിളിച്ചന്വേഷിക്കാൻ കേരളത്തിൽ ഒറ്റ ഫോൺ നമ്പറോ സെല്ലൊന്നുമില്ല. എല്ലാവർക്കും ജനറലായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് അങ്ങനെയല്ല. അപ്പം ഇതൊരു നീഡാണ്. സംരക്ഷിക്കപ്പെടണം എന്നുള്ളതും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളതും. അല്ലെങ്കിൽ ഈ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് മനസ്സിലാക്കാവുന്ന പ്ലെയിനായ ലാംഗ്വേജിൽ പറയുന്നു എന്ന് മാത്രം. അത് എത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റ് ആണോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ടേം ഇങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് നീഡാണ്. ഈ നീഡിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് വരുന്നത്. പിന്നെ അതാണ് അതിൻ്റെ ഒരു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാധനം. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോകാം. മാഷത് ക്ലിയർ ആണോ? ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ പറയില്ലേ, ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഇതാക്കരുതെന്ന്. അപ്പൊ നമുക്ക് എങ്ങനെയാ അറിയാ ഇത് ഓവറായിട്ടാ പറയണെന്ന്? ഒരു ബൗണ്ടറി ഉണ്ടാവില്ല, അതിനെക്കാട്ടും മേലായിട്ട് കൂടുതൽ നമ്മളോട് പറയണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവാ? ബൗണ്ടറി എങ്ങനെയാ മനസ്സിലാക്കുക എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മളോട് പറയും, ഇപ്പോൾ ഒരാളുണ്ടെങ്കിൽ പറയും ഇപ്പോൾ നിക്കാബ് ഇടണം, ലിപ്സ്റ്റിക് ഇടരുത്, അങ്ങനത്തെ ഒക്കെ പറയാം, അതൊക്കെ ഓക്കെ. ബട്ട് അതിനെക്കാട്ടും കൂടുതലായിട്ട് ഇപ്പോൾ പറയണേ ഇപ്പോൾ അങ്ങനെ വീട്ടിൽ പോകാൻ പാടില്ല, ജോലി എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെ മനസ്സിലാവുക ഏതാണ് ആ ലൈൻ, എവിടെയാണ് ആ വര വരക്കേണ്ടത് എന്നുള്ളത് എങ്ങനെ അറിയാം? ഇപ്പോൾ ഇതിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ പറയില്ലേ, ഇപ്പോൾ കല്യാണം കഴിച്ച് കൊണ്ടുപോയാൽ കുറേ ആൾക്കാരെ വീട്ടിൽ ആ പെണ്ണിനെ പിന്നെ നിക്കാബ് ഇടിയിപ്പിക്കും, ജോലിക്ക് പുറത്ത് വിടില്ല, വീട്ടിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ പറയാം, അതിപ്പോൾ അല്ല അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് താല്പര്യം എങ്ങനെ പറയാം? ഈ ചോദ്യത്തെ എങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണോ? അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണോ? അല്ലാതെ ഇവർ പറഞ്ഞത് ഏത് ടൂളിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഡൈലമൻ്റെ പ്രശ്നമാണോ? അല്ല, നമുക്ക് എങ്ങനെ മനസ്സിലാവാം ഇത് ഇങ്ങനെ പറയണത് തെറ്റാണ് നമുക്ക് പറയണ്ടേ, വീട്ടിൽ പറയേണ്ടി വരില്ലേ? ഇപ്പം ഇങ്ങനെ പറയരുത്, ഇതിപ്പോ എൻ്റെ ഇഷ്ടം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയാം. ഒരു ഉദാഹരണം പറയാം. ഇതാണ് ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഇസ്ലാമിക് ആയിട്ട് നമ്മളോട് പറയണേ നിക്കാബ് ഇട്ടോ, ലിപ്സ്റ്റിക് ഇടണ്ട, അതൊക്കെ ഓക്കെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. അതെന്തോ കുഴപ്പമില്ലാണ്ട് മോളെ, അത് ഓക്കെ ആയത് എങ്ങനെയെന്നൊന്ന് പറയാം. നമുക്ക് എന്താണ് ഇസ്ലാമിൽ കുഴപ്പമില്ലല്ലോ നിക്കാബ് ഇടണത്, അതൊന്നും നമുക്ക് ഇതിപ്പോ എൻ്റെ ഒരു താത്താടെ ഒരു കാര്യമാണ്. അപ്പൊ ഇസ്ലാമില് കുഴപ്പമില്ലാത്തതായതുകൊണ്ട്, ഐ മീൻ ഇസ്ലാമിലൊരു ബൗണ്ടറി നിശ്ചയിക്കപ്പെട്ടതായതുകൊണ്ടാണോ അത് ഓക്കെ ആയത്? അല്ല, നമുക്ക് സ്വയം താല്പര്യമുണ്ട്, അവൾക്ക് താല്പര്യമുണ്ട്, അത് കുഴപ്പമില്ല, അപ്പൊ അവൾക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ഇവിടെ അവളോട് പറയണ ഇനിയിപ്പോ ഈ ഡ്യൂട്ടിക്ക് ഇനി പോവരുത്, അവൾക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകണമെങ്കിൽ അപ്പൊ എന്താ ചെയ്യാ, ഡ്യൂട്ടിക്ക് പോകണം എന്നുണ്ട്. അപ്പൊ ഇവരോട് ഇങ്ങനെ നമ്മൾ എതിരായിട്ട് പറയാ, വീട്ടിലാകുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഈ അങ്ങനെ പറയാൻ പറ്റൂല എന്നുള്ള സാധനം അത് എവിടുന്നാ വരുന്നത്? പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എതിരായിട്ട് അവരോട് പറഞ്ഞാൽ അവരെന്താ പറയാ, ഇല്ല എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു സ്ഥാനം ഇല്ല എന്നൊക്കെ പറയുമ്പോ എന്താ കാട്ടാ? ഇതാണോ നിങ്ങള് ടോക്സിക് എന്നുള്ള വേർഡാണോ? ടോക്സിക് പാരന്റിങ് ആണോ ടോക്സിക്? ബട്ട് ഇത് എപ്പോഴും ഒരു ഹസ്ബൻഡിൽ നിന്ന് വരണമെന്നില്ല, ഫാമിലി ആണെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡിന്റെ മദർ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫാദർ ഒക്കെ അങ്ങനെ പറയുകയാണെങ്കിലും. ശരിക്കേ ടു ബി ഹോണസ്റ്റ് ആൻഡ് ടു ബി ഫ്രാങ്ക്, ഇത് പറയുമ്പോൾ ശരിക്ക് ഈ സ്ത്രീകളുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം, സോലുസ്ഥാനും ഷഫീഖ് സാറിന് തന്നെ ഉണ്ടാവാം. ഞാൻ ഒരു കുറേ ഷെയർഡ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ ഒരിക്കലും അമ്മോഷൻ ജോലിക്ക് പോകരുത് എന്ന് പറയുന്ന സാധനങ്ങൾ, മരുവോട് പറഞ്ഞ സാധനങ്ങൾ കേട്ടിട്ടില്ല. അമ്മായിമ്മ പറയണത് കേൾക്കുന്നുണ്ട്, നാത്തൂമാർ പറയണത് കേൾക്കുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയിലെ വിമണിൻ്റെ ബാരിയേഴ്സ് നിശ്ചയിക്കുന്നത്, ഇതിനെ ഫീഡ് ചെയ്യുന്നത് ആരാണ്? പെണ്ണുങ്ങൾ തന്നെയാണ്, സ്ത്രീകൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ഈ ഇത് നമ്മൾ എപ്പോഴും ആണുങ്ങളെ കാണുന്നത് ജോലിക്ക് വിടാത്ത, അല്ലെങ്കിൽ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ അടച്ചിടാൻ പറ്റുന്ന ഒരു നിർമ്മിക്കപ്പെട്ട എന്തോ ഒരു സാധനമായിട്ടാണ്. പക്ഷേ
ഒരുപാട് പേരുടെ ലൈഫിലേക്ക് നമ്മളിങ്ങനെ കയറി ചെന്നല്ല, കുറേ ആൾക്കാരുടെ ഷെയർഡ് എക്സ്പീരിയൻസ് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ജോലിക്ക് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് ഷെയർ ചെയ്യുമ്പോൾ ആരാ എന്നോട് പറഞ്ഞത്? അമ്മായിമ്മ. അല്ലെങ്കിലോ മൂപ്പരെ പെങ്ങളങ്ങനെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഭർത്താവ് പറഞ്ഞോ? ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അമ്മോഷൻക്ക് കുഴപ്പമുണ്ടോ? അമ്മോഷൻക്കും കുഴപ്പമില്ല. ഈ സാധനം തിരുത്തപ്പെടണം എന്നുള്ളിടത്താണുള്ളത്. നമ്മൾ ആലോചിച്ചു പോന്ന, ചിന്തിച്ചു പോന്ന ഏതോ ഒരു ബാരിയേഴ്സിനെ നിശ്ചയിക്കുന്നത് നമ്മളെ വീടിൻ്റെ അകത്തുള്ള സ്ത്രീകൾ തന്നെയാണ്. അതിന് കുറേ സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ടായിരിക്കാം, കുറേ ബയോളജിക്കൽ റീസൺസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജലസ് വാഷ് അതിൻ്റെ അപ്പുറത്തുണ്ടായിരിക്കാം. ഇതൊക്കെ ഇതിൻ്റെ അപ്പുറത്തുണ്ട്. പക്ഷേ നേരത്തെ ഇതിനൊക്കെ നാളെ തച്ചുടച്ചുകൊണ്ട് ഞങ്ങൾ ഇനി വിപ്ലവകാരികളാവാണ്ട് പോവാണെന്ന് പറയുന്ന ഒരു സാധനത്തിനൊക്കെയല്ല. ഇസ്ലാമിൽ എപ്പോഴും സോലിസ പറഞ്ഞ പോലെ സ്ത്രീ പ്രിവിലേജ്ഡ് ആണ്. ഇപ്പം എൻ്റെ ഒരു കേസ് ഞാൻ ഉദാഹരണം പറയാം, വളരെ പ്ലെയിനായിട്ട് ഡയറക്റ്റായിട്ട് എൻ്റെ കേസ് ഞാൻ പറയാം. എനിക്ക് രണ്ട് പെങ്ങന്മാരാണ്. ഈ രണ്ട് പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു. ഈ കല്യാണം കഴിയുന്ന സമയത്ത് വീട്ടിലൊരു കല്യാണം നടക്കുന്ന സമയത്ത് പെണ്ണ് അവളുടെ കല്യാണത്തിന് വേണ്ടി എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? എത്ര % ഇൻവെസ്റ്റ് ചെയ്യണം? 0% ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒരാണ് അവൻ്റെ കല്യാണത്തിന് വേണ്ടി എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? 100% ഇൻവെസ്റ്റ് ചെയ്യണം. ചില സമയങ്ങളിലൊക്കെ, ചില കുടുംബങ്ങളിലൊക്കെ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞാൽ വാപ്പാക്ക് ലാഭമാണ്, പൈസ ബാക്കിയാണ്. കാരണം ചിലയിടത്തുട്ടോ, എല്ലായിടത്തും എല്ലാം പറഞ്ഞത് ചിലയിടത്ത്. കാരണം എന്താ? നാട്ടുകാർ പെണ്ണിൻ്റെ കല്യാണമാണെങ്കിൽ എന്ത് ചെയ്യും? കവറിൽ 500, 1000, 2000 ഒക്കെ ആയിട്ട് കുറേ പൈസ കൊടുക്കും. ഒരാണിൻ്റെ കല്യാണത്തിന് ഏതെങ്കിലും ആൾക്കാർ പൈസ മടക്കി കൊടുക്കണമെങ്കിൽ കണ്ടിട്ടുണ്ടോ? സാധാരണ നോർമൽ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണത്. എന്നിട്ട് വാപ്പ ഒരു കുട്ടിയുടെ കല്യാണം കഴിക്കാൻ വാപ്പാക്ക് ചിലവ് എത്രയായിരിക്കും? ഏറ്റവും ചുരുങ്ങിയത് 6 ലക്ഷം രൂപയാണെന്ത് നോർമലി ചിലവ് വരെ. ഒരു ഉദാഹരണം പറയാം. അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ ഇപ്പം മരിച്ചു എന്ന് വെക്കുക. ആ പെങ്ങളെ കല്യാണം കഴിക്കേണ്ട ഉത്തരവാദിത്തം ആരതാണ്? എൻ്റെതാണല്ലേ. ഇനി എൻ്റെ വാപ്പാക്ക് 12 സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിൽ ഞങ്ങൾക്കുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ 6 സെൻറ്റ് ആരുടെ അവകാശമാണ്? എൻ്റെ അവകാശമല്ലേ? അനന്തരാവകാശം നോക്കുമ്പോൾ അല്ലേ? ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ 6 സെൻറ്റ് ആരുടെ അവകാശമാണ്? മറ്റ് 2 പെങ്ങന്മാരുടെയും കൂടെ അവകാശമാണ് എന്ത്? 3 സെൻറ്റും. ഈ 3 സെൻറ്റായിട്ട് എനിക്ക് മുറിച്ച് കൊടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇനി 3 സെൻറ്റ് വാങ്ങും. അപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഇതിൻ്റെ ക്യാഷ് തന്നാളെന്ന് പറയും. വീണ്ടും ഞാൻ എന്ത് ചെയ്യണം? 12 ലക്ഷം രൂപ, കണക്ക് പറയല്ലോ കേട്ടോ, 12 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഈ 12 ലക്ഷം രൂപയിൽ ആങ്ങളെ എനിക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോ? ഓളെ ഭർത്താവിന് എന്തെങ്കിലും അവകാശം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണേ? വളരെ പ്ലെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ലേ? ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പേറിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ശരിക്കും ആര്? ഒരാണ് എന്ന് പറയുന്നത്. ശരിക്കും പെണ്ണിന് കിട്ടുന്ന അനന്തരാവകാശത്തിൻ്റെ മുതലൊക്കെ ഓൾക്ക് പോക്കറ്റ് മണിയാണ്. ഓൾക്ക് വേണമെങ്കിൽ ഒരു കാറ് വാങ്ങാം, അതിൽ എണ്ണ അടിക്കാം, ലിപ്സ്റ്റിക് ഇഷ്ടം പോലെ വാങ്ങാം. ലിപ്സ്റ്റിക് ഇസ്ലാമിൽ ഹറാമൊന്നല്ല കേട്ടോ. ലിപ്സ്റ്റിക് ഇസ്ലാമിൽ ഹറാമല്ല, അത് ഹറാമാണ്. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബാഡ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്. അപ്പം ഇങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുറേ സാധനങ്ങൾ. പെണ്ണ് ശരിക്കും ഇസ്ലാമിൽ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. നേരത്തെ റഷീദ് ഉസ്താദ് പറയേണ്ട ബാക്കിയാണ്. നേരത്തെ അമ്മോശം ചെയ്ത പണി ശരിക്കും ആരാണ് എടുക്കേണ്ടത്? അമ്മായിമ്മ എടുക്കേണ്ടത്. രാവിലെ വരുന്നു, പത്രം വായിക്കുന്നു, എനിക്കൊരു ചായ വേണം എന്ന് പറഞ്ഞാൽ അമ്മോശൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത്? ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത്? രാവിലെ ഒരു കോഫി പെണ്ണിന് കൊടുക്കൽ. ഇതുകൊണ്ട് ഉത്തരവാദിത്തമാണ്. ചായപ്പൊടിയും ചുടുവെള്ളം കൊടുത്താൽ പോരാ, ചായ ഉണ്ടാക്കിയിട്ട് കൊടുന്ന് വെച്ച് കൊടുക്കന്നെ വേണം. പെണ്ണ് പറയുകയാണെന്ത്? പെണ്ണിന് റൂമിൽ കയറിയിട്ട് ഭാര്യയ്ക്ക് ഡ്രസ്സ് അയച്ചിട്ട് എൻ്റെ ഡ്രസ്സുകൾ ആക്കി തരണം. എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പ എനിക്ക് ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച മട്ടനും തിങ്കളാഴ്ച ബീഫും തരലുണ്ട്, എനിക്കിത് വേണം. ഇത് ഡിമാൻഡ് ചെയ്യാം. ഈ ഡിമാൻഡ് ചെയ്യുന്ന സാധനം കറക്റ്റായിട്ട് കൊടുക്കൽ ആരുടെ ഉത്തരവാദിത്തമാണ്? ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ കുട്ടി ഉണ്ടായി നോക്കുക. കുട്ടിക്ക് മുലൈ കൂട്ടണം. മുലൈ കൂട്ടുന്നതിന് ദിവസം എനിക്ക് 500 രൂപ വെച്ച് വേണം. ആര് കൊടുക്കണം? ഭർത്താവ് കൊടുക്കണം. ഇത് ഫിഖ്ഹാണ്, കർമ്മശാസ്ത്രമാണ്, ഇത് റൂളാണ്. ഇത് കൊടുക്കൽ ഉത്തരവാദിത്തമാണ്. സംഭവം ആരും കൂടിയും കുട്ടിയാണ്.
ഭാര്യൻ്റെ കൂടെ കുട്ടിയല്ല, എമ്മാൻ്റെ കൂടി കുട്ടിയല്ല, വാപ്പാൻ്റെ മാത്രം കുട്ടിയാണ്. സ്വന്തം കുഞ്ഞിന് മുല കൊടുക്കുന്നതിന് ഭർത്താവിനോട് കാശ് ചോദിക്കാം. ഇസ്ലാം ശരിക്കും ആണുങ്ങളെ അടിച്ചമർത്തുകയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത്. പെണ്ണുങ്ങൾ എന്ത് പ്രിവിലേജ്ഡാണ്. അവിടെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരേ ഒരു ചോദ്യം, ഒരേ ഒരു സാധനം എന്താണ്? വൈകുന്നേരം നേരത്തെ കാലത്തിന് പൊന്നു മോളെ എന്ത് ചെയ്യണം, വീട്ടിൽ കയറണം കേട്ടോ എന്ന സാധനമാണ്. പ്രഗ്നൻസി സമയത്ത് ഈ ജോലിക്ക് പോകാതിരിക്കലായിരിക്കും നല്ലത്. ഇടങ്ങറായിട്ട് ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കൊന്നും വേണ്ട. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി ചിലപ്പം കൂടും. ഈ കൂടുന്നത് ഒരിക്കലും അമ്മോഷനല്ല. ആരാണ്? അമ്മായിമ്മയാണ്. അപ്പോൾ നിങ്ങൾ നല്ല അമ്മായിമ്മമാരായിട്ട് നല്ല മരുമക്കളായിട്ട് ഇതിനെ തിരുത്തുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പരിഹാരം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഷഫീഖ് സാറിനും സോലിസാനും തിരുത്താവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താവുന്നതാണ്. നമ്മളിതിനൊരു ലിമിറ്റ് വെച്ചതിനപ്പുറത്തേക്ക് പറയുമ്പോൾ എന്ന് പറയുന്നതേ, ഈ ലിമിറ്റ് ഞാൻ ചോദിക്കണേ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ലിമിറ്റ് ബോധ്യപ്പെട്ടത് എന്നുള്ളതാണ്. ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവിലാണ് പറയുന്നതെങ്കിൽ സമ്പൂർണ്ണമായി അവസാനത്തെ ഹർഫ് കൊണ്ട് വരെ എഴുതി വെച്ചതാണ് അതിൻ്റെ കൃത്യമായ ലിമിറ്റ് എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് രൂപപ്പെടുത്തുന്ന ഒരു വലിയ പരിസരത്തെ അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടത്തിൻ്റെ ഒരു സാഹചര്യത്തൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സാധനമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങളെ തടയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുവരലാണ്. ഇപ്പോൾ ഉദാഹരണം, ലിപ്സ്റ്റിക് ഇടുന്നത് പോട്ടെ, നിക്കാബ് ഇടുന്നത് പോട്ടെ, ഞാൻ ജോലിക്ക് പോകുന്നതിനെയാണ് തടയുന്നത് എന്നുള്ളതാണ്. ഇസ്ലാമിൽ ജോലിക്ക് പോകുന്നതിനെ തടയുന്നുണ്ടോ ഇല്ലേ എന്ന ചർച്ചകൾക്കപ്പുറം നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ ഓഫീസിൽ ചെന്നാൽ എനിക്കുണ്ടാവുന്ന ഡ്യൂട്ടി, ഞാൻ ഓഫീസിൽ വരുന്നു, അപ്പം ആസ് എ വുമൺ പോയി വരുന്നതിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലുള്ള പ്രയാസങ്ങൾ ഒരു തലമുറ എങ്ങനെ പറഞ്ഞു ശീലിച്ചെടുത്തുന്നു, ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഡ്യൂട്ടിയെ നിങ്ങൾ ഓൺലൈനായിട്ട് വീട്ടിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ വീട്ടുകാരത് സമ്മതിക്കുമായിരുന്നോ? ഇതൊരു അനാലിസിസ് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്നാണിത് ചെയ്യുന്നതിന് സമ്മതിക്കുമായിരുന്നു എന്നാണ് ആൻസർ എങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷനിടയിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഇറങ്ങുന്നതിനിടയിൽ എന്തോ ഭീകരത ഉണ്ട് എന്നിടത്തു നിന്നാണ് നമ്മൾ ചർച്ച കൊണ്ടുവരുന്നത്. പലപ്പോഴും ചില കൺട്രിയിലോ ചില പരിസരത്തൊന്നും, ഇപ്പം ഖത്തറിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്കറിയാം ഭയങ്കര സെക്യൂരിറ്റിയാണ്, അവിടെ ഒരു പ്രയാസമില്ല. അപ്പോൾ അവിടെ ഈ ചർച്ചയെ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇവിടുത്തെ പരിസരം പോലെ ജോലിക്ക് സാധ്യമായ ഒരു അവസ്ഥയിൽ അവിടെ ഉണ്ടെങ്കിൽ രാത്രി 12 മണിക്ക് നേരത്തെ പറഞ്ഞതൊന്നും അവിടെ പ്രയാസമില്ല. അതേപോലെ അല്ല ഇവിടെ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാനപരമായി ഇപ്പം ഇത് ഡിസ്കഷനെ ഡിവേർട്ട് ചെയ്ത് പോകരുത് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എന്നതല്ല നമ്മൾ ചർച്ച. ഒരാണിനകത്തെ പെണ്ണ് എങ്ങനെയാണ് എന്നുള്ളതാണ്. സാമൂഹിക സാഹചര്യത്തിൽ ആണിനകത്തെ പെണ്ണ് വേണ്ട രൂപത്തിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു സത്യത്തെങ്കിലും നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. കൃത്യമായൊരു പെണ്ണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നീ ഈ രൂപത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടണം. നിൻ്റെ പരിസരത്തിലൊരു വുമണാണ് ഇയാൾ, അവളെ സമീപിക്കേണ്ടത് ഇന്ന രൂപത്തിലാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ആണിൻ്റെ ഉള്ളിൽ പെണ്ണ് എന്ന ഡിസ്കഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ആണിൻ്റെ ഉള്ളിൽ പെണ്ണ് എന്ന ഡിസ്കഷനെ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ആണിനോട് സമീപിക്കുന്ന ചില പെണ്ണുങ്ങളുടെ ആക്ടിവിറ്റി കൂടി നമ്മൾ ഒരു പോയിന്റിലെങ്കിലും പറഞ്ഞു വെക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം കാണേണ്ടതും ഒരു പക്ഷേ ആണിനെ മനസ്സിലാക്കാതെ ആണെങ്ങനെയാണെന്ന് തിരിച്ചറിയാതെയാണ് ശരിക്കും പലപ്പോഴും ഈ സ്ത്രീകൾ ആണിനോട് കണക്ട് ചെയ്യാറുള്ളത്. ഈ ഒരു പോയിന്റിനെയാണ് ശരിക്ക് അടിസ്ഥാനപരമായി ഈ സെഷനിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞ് നമുക്ക് ഇൻഷാല്ലാ മറ്റെന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുകയാണ്. ഇതിനൊരു കൺക്ലൂഷൻ എന്നുള്ള എനിക്ക് സ്വാലി ഉസ്താദ് 2 വാക്ക് സംസാരിക്കും. എത്രയേ ഉള്ളൂ, പെണ്ണ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ദുന്യാവിൽ അല്ലെങ്കിൽ ഒരു ലഹരി എന്ന് പറയുന്നത് പോലെ ചേർത്ത് വെക്കുന്ന ഒരു സാധനമായിട്ട് കാണുന്നത് അതിൻ്റെ ഒരു അപ്രോച്ച് ഒരു പോയിന്റിൽ മാത്രമാണ്. അവിടെ മാത്രം നമ്മൾ പെണ്ണിനെ സമീപിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള ചില പരിസരങ്ങളിലുള്ള പെണ്ണിനെ കാണാൻ ആണിനുള്ള വഴികൾ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് 2:45 അടുത്ത സെഷൻ തുടങ്ങാനുണ്ടെന്നാണ് പറഞ്ഞത്. ഏതായിരുന്നാലും ആണിൻ്റെ ഉള്ളിലെ പെണ്ണ് എന്നുള്ള ഈ സെഷൻ ഇവിടെ സമാപിക്കുമ്പോൾ ഇവിടെ വന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറായിട്ട് എനിക്ക് തോന്നിയത് ആണിൻ്റെ ഉള്ളിലെ പെണ്ണിനെ മനസ്സിലാക്കാനും പെണ്ണിൻ്റെ ഉള്ളിലെ ആണിനെ മനസ്സിലാക്കാനും ഇരുവരും പരസ്പരം ശ്രമിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ എന്നുകൂടി ഒരു സന്ദേശമായിട്ട് ഇവിടെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.